എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് പ്രകാരം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും കിട്ടിയിട്ടില്ല എങ്കിലും വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റോ മറ്റോ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നാളെ, അതായത് ജൂൺ 18-ാം തീയതി വൈകുന്നേരം 3 മണി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ എന്ത് തരത്തിലുള്ള എഡിറ്റും കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് അപേക്ഷയിലെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കോളേജ് കോഴ്സുകൾ ഉൾപ്പെടെ നിങ്ങൾക്ക് ഏതൊരു വിവരങ്ങളും എഡിറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള ആ ഒരു കോളേജ് വേണ്ട, അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് ആ ഒരു ഓപ്ഷൻ വേണ്ട എന്നാണെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ അതിനെ അവിടെ തന്നെ നിലനിർത്താം. അതുപോലെ ഓപ്ഷൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അത് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്ത് അതിന് പകരം വേറെ ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും എഡിറ്റും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത്. ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അഡ്മിഷൻ ഒന്നും കിട്ടത്തില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതലാണ് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുമെന്ന് പറയാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എപ്പോഴാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓപ്ഷനുകൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് കമ്മ്യൂണിറ്റി കോട്ട. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾ സ്പെഷ്യലായിട്ട് വേറെ അപേക്ഷയൊന്നും കൊടുക്കേണ്ടതില്ല. നിങ്ങൾ ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി തന്നെ നിങ്ങൾ മാനേജ്മെൻറ്റ് കോളേജുകളിലേക്ക് ഓപ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പേര് ആ ഒരു കോളേജുകൾക്ക് ഏതൊക്കെ വിദ്യാർത്ഥികളാണോ ആ ഒരു കോളേജ് ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവരുടെ ലിസ്റ്റ് കോളേജിന് കൈമാറുകയും ആ ഒരു ലിസ്റ്റ് പ്രകാരം കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി നിങ്ങളെ കോളേജിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്യുകയുമാണ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ കിട്ടുമെന്ന് അറിയാൻ പറ്റും. അതുപോലെ മാനേജ്മെൻറ്റ് കോട്ട, സ്പോർട്സ് കോട്ട എന്നിവയിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷ സമർപ്പിച്ച ശേഷം നിങ്ങൾ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും എടുത്തുകൊണ്ട്, അതായത് ആദ്യം കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് ഈ ഒരു സ്പോർട്സ് കോട്ടയും മാനേജ്മെൻറ്റ് കോട്ടയും അപ്ലൈ ചെയ്യാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അതിൻ്റെ കോപ്പികളാണ് കൊണ്ടുവരേണ്ടതെന്ന് അന്വേഷിച്ച് നിങ്ങൾ കോളേജിൽ പോയിട്ട് ആ ഒരു സ്പോർട്സ് കോട്ടയിലും അതുപോലെ മാനേജ്മെൻറ്റ് കോട്ടയിലും അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് അപേക്ഷ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി കോളേജ് നിങ്ങളെ അഡ്മിഷനായിട്ട് വിളിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങളുടെ അഡ്മിഷൻ എങ്ങനെയാണ്, എപ്പോഴാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടി ഒരു ഓപ്ഷൻ കിട്ടി, എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ആ ഒരു സീറ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംശയത്തിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത് സാധാരണ +1 അലോട്ട്മെൻ്റ് ഒക്കെ നടക്കുന്ന ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ്. അതായത് ജസ്റ്റ് പറഞ്ഞു തരാം. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ട്രയൽ അലോട്ട്മെൻറ്റിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ ഒന്നും കിട്ടത്തില്ല. ഫസ്റ്റ് അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് പോവേണ്ടത്. പെർമനൻറ്റ് അഡ്മിഷനാണ് ഉണ്ടായിരിക്കുക, ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു അഡ്മിഷനല്ല അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് കാര്യം പറയാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 ഓപ്ഷനാണ് കൊടുത്തത്, അതായത് 20 ഓപ്ഷൻ കൊടുക്കാം. എന്നാൽ എനിക്ക് 10 ഓപ്ഷനെ വേണ്ടുമെന്ന് വെച്ച് 10 ഓപ്ഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് പറയുന്നതാണ്. നിങ്ങൾക്ക് 20 ഓപ്ഷൻ വേണമെങ്കിൽ 20 ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു 9ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ 9ാമത്തെ ഓപ്ഷനാണ് എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എനിക്ക് 9ാമത്തെ ഓപ്ഷനാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയത് കാരണം, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയതുകൊണ്ട് ഞാൻ അവിടെ ഒരു മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നു. മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഇതുപോലെ FYUGP 2025-26 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപ്പ് ഐ ഡിയും അതുപോലെ തന്നെ സെക്യൂരിറ്റി കീയും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് അറിയാൻ സാധിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് കോളേജിൽ ഏത് കോഴ്സിൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് കാണാൻ പറ്റും. എനിക്കിപ്പോൾ 9ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ആ ഒരു 9ാമത്തെ ഓപ്ഷനിൽ ആ ഒരു ഏത് കോളേജാണ് ഏത് കോഴ്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കോളേജ് കോഴ്സുകൾ അവിടെ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് ബട്ടൺ അടിച്ച ശേഷം നിങ്ങൾക്ക് ആ ഒരു പ്രൊഫൈലിൽ തന്നെ കാണാൻ പറ്റും. ജസ്റ്റ് ഒരു സ്ക്വയറായിട്ട് അവിടെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ, കിട്ടാത്ത വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ടതില്ല, അവർ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം യൂണിവേഴ്സിറ്റിയുടെ ഒരു നിശ്ചിത ഫീസ് ഉണ്ട്. അപ്പോൾ അത് ജനറൽ കാറ്റഗറിക്ക് ഏകദേശം 900 സംതിങ് ആണ് ഫീസ് വരുന്നത്. SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ ഏകദേശം ഒരു 450 ആ ഒരു റേഞ്ചിലാണ് ഫീസ് വരുന്നത്. അപ്പോൾ
ഈ ഒരു രീതിയിൽ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് എത്രയാണോ വരുന്നത് ആ ഒരു ഫീ പേയ്മെൻറ്റ് നിങ്ങൾ ഓൺലൈനായിട്ട് അടക്കുക. ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അടക്കാവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഈ രീതിയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ 9ാമത്തെ ഓപ്ഷൻ കിട്ടി. അപ്പോൾ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തു, റെസിപ്റ്റ് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തു. അപ്പോൾ അതിനുശേഷം ചെയ്യേണ്ടത് ഇപ്പോൾ 9ാമത്തെ ഓപ്ഷൻ കിട്ടുന്ന സാഹചര്യത്തിൽ അതിന് താഴെയുള്ള 10ാമത്തെ ഓപ്ഷനുകൾ ഓട്ടോമാറ്റിക്കലി റദ്ദ് ചെയ്യപ്പെടും. അപ്പോൾ അതിനുശേഷം ഞാൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട് എനിക്ക് ഹയർ ഓപ്ഷൻസ് ക്യാൻസലേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതായത് എനിക്ക് വേണ്ടാത്ത ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ സ്പെസിഫൈ ചെയ്തു അതിനെ മാത്രം റിമൂവ് ചെയ്യാനോ, അതല്ല എനിക്ക് മുഴുവൻ ഓപ്ഷൻ വേണ്ട, നിലവിൽ കിട്ടിയ ആ ഒരു സീറ്റ് തന്നെ മതി എന്നാണെങ്കിൽ ഹയർ ഓപ്ഷൻ മുഴുവനായിട്ട് റദ്ദ് ചെയ്യാനൊക്കെയുള്ള അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് വേണ്ടാത്ത സ്പെസിഫിക് ഓപ്ഷൻസ് മാത്രമായിട്ട് എനിക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ അതായത് അവിടെ ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ ഓപ്ഷനാണോ റിമൂവ് ചെയ്യേണ്ടത് അത് മാത്രം നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിലവിൽ നിങ്ങൾ ഇപ്പോൾ ഇത് ചെയ്യേണ്ടതില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഹയർ ഓപ്ഷൻസ് ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല, അത് അതേപോലെ തന്നെ നിലനിർത്തുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ഞാൻ അഡ്മിഷൻ ഒന്നും എടുക്കേണ്ട, പോയിട്ട് ഈ ഒരു മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് അടക്കുക മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഞാനിപ്പോൾ ഹയർ ഓപ്ഷൻസ് ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് അടുത്ത അലോട്ട്മെൻറ്റ് കിട്ടിയത് ഒരു 3ാമത്തെ ഓപ്ഷനാണെന്ന് വിചാരിക്കാം. അപ്പോൾ 3ാമത്തെ ഓപ്ഷനാണ് എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അത് കിട്ടിയ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, അതായത് എനിക്ക് ഈ ഒരു 9ാമത്തെ ആ ഒരു ഓപ്ഷനിൽ ജോയിൻ ചെയ്യാനാണ് താല്പര്യം. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം സാധാരണ അലോട്ട്മെൻറ്റ് പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ 3ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും റിമൂവ് ആയി പോകും. അങ്ങനെ അത് റിമൂവ് ആയി പോയത് കൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു 3ാമത്തെ ഓപ്ഷനിൽ കിട്ടിയിട്ടുള്ള ആ ഒരു കോളേജിലാണ് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കോളേജ് കിട്ടിയിട്ട് നിങ്ങൾ അവിടെ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ട് ആ ഒരു സീറ്റിൻ്റെ മുകളിലുള്ള ഹയർ ഓപ്ഷൻസ് അവിടെ തന്നെ നിലനിർത്തുകയും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുകയും പുതുതായിട്ട് കിട്ടിയ ആ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കോളേജിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ട് വരും. ഇനിയിപ്പോൾ എനിക്കിപ്പോൾ 3ാമത്തെ ഓപ്ഷൻ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല. ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ആദ്യം കിട്ടിയ ആ ഒരു സെയിം കോളേജാണ് കിട്ടിയുള്ളതെങ്കിൽ ആ ഒരു കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു കോളേജ് കിട്ടി, അതുപോലെ ഒരു കോഴ്സ് കിട്ടി, അപ്പോൾ ആ ഒരു കോഴ്സ് തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങൾ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഹയർ ഓപ്ഷൻസ് വേണ്ട ഉണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്ത് കൊടുത്താൽ മതി, അത് ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. വേണ്ട ഓപ്ഷൻസ് മാത്രം അവിടെ നിലനിർത്തി കൊടുത്താൽ മതി. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു സംശയമാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരിക്കലും നിർബന്ധമല്ല. കാരണം നിങ്ങളിപ്പോൾ ഓപ്ഷൻ വെച്ച ആ ഒരു കോളേജ് ആ ഒരു കോഴ്സിലേക്ക് നിങ്ങളെക്കാൾ ഇൻഡെക്സ് മാർക്ക് കൂടിയ വിദ്യാർത്ഥികൾ ചിലപ്പോൾ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയ ആ ഒരു ഓപ്ഷൻ തന്നെ കിട്ടണമെന്നില്ല. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഓപ്ഷനിലായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കോളേജും കോഴ്സുകളും മാത്രം ഓപ്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങളവിടെ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തു. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് ഓപ്ഷൻ കിട്ടി. അപ്പോൾ മറ്റൊരു ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തോന്നുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു സീറ്റ് മതി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അങ്ങനെ ജോയിൻ ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് ഫസ്റ്റ് കിട്ടിയ ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു കോളേജും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റിൽ ജോയിൻ ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സംശയം മാറിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള കോളേജ് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടണം എന്നും ഇല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂൺ 21-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക എന്നാണ് ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഷെഡ്യൂൾ പ്രകാരം ആ ഒരു രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിലും ചിലപ്പോൾ ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു റിസൾട്ട് നേരത്തെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഡെയിലി വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും എഡിറ്റോ മറ്റോ ചെയ്യാനുണ്ടെങ്കിൽ നാളെ അതായത് ജൂൺ 18-ാം തീയതി വൈകുന്നേരം 3 മണി വരെയാണ് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമുള്ളത്. ചില സമയത്ത് ഈ ഒരു ഡേറ്റ് നീട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും. നിലവിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അപേക്ഷയിൽ എന്തെങ്കിലും എഡിറ്റോ മറ്റോ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നാൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് സേവ് ചെയ്യേണ്ടതാണ്. അതുപോലെ അപേക്ഷയിൽ തെറ്റുകളൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തിരുത്താനും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും ഹയർ ഓപ്ഷൻസ് വേണ്ടാത്ത വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം വീണ്ടും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്കാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം എവിടെയാണോ കിട്ടിയത് ആ ഒരു കോളേജിൽ പോയിട്ട് വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്.
കൊടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ചില സമയത്ത് മാത്രമേ ടെമ്പററി അഡ്മിഷനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാറുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.